അപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് ഹെൽമെറ്റിന്റെ ഒരു വീഡിയോ ചെയ്യുന്നു വന്നുള്ളത്. അതായത് ഓട്ടോ ഡാർക്കനിങ് വെൽഡിംഗ് ഹെൽമെറ്റ് 6 വർഷമായിട്ട് എൻ്റെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം എല്ലാ യൂസിനും ഉപയോഗിക്കുന്നതാണ്. സ്റ്റീലിൻ്റെ വർക്കിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഈ വീട്ടിൻ്റെ അകത്തായത് കൊണ്ട് നമുക്ക് ശരിക്കും വെളിച്ചം കാണാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലേ, ശരിക്കും കാണാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലേ. ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. നല്ല ക്ലിയർ വിഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്ത് ക്ലിയർ ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ ബ്ലാക്ക്നെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ ഡിലേ ടൈം നമുക്ക് എത്ര സമയം അത് ബ്ലാക്ക് ആക്കിയിട്ട് നിൽക്കണം ആ ഒരു ടൈമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു വെൽഡിംഗ് ഹെൽമെറ്റിൻ്റെ ഇതുവരെ വാങ്ങിയതിൽ ഞങ്ങൾക്ക് ബോത്തായിട്ടുള്ളൊരു വെൽഡിങ്ങിൻ്റെ ഉപകരണം ഉണ്ടെങ്കിൽ ഇത് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു വെൽഡിംഗ് ഹെൽമെറ്റിൻ്റെ വീഡിയോയും അതിൻ്റെ കൂടെ നമ്മളൊരു വെൽഡിംഗ് ഹെൽമെറ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് കൂടിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഞാനിപ്പോൾ ഏതായാലും അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയെന്ന്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് 350 ഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഏകദേശം അതേ വെയിറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തലക്ക് നല്ലൊരു വെയിറ്റുള്ള എന്തോ ഒരു കനമുള്ള ഒരു ഫീല് നമുക്ക് തോന്നൂല. നമ്മുടെ സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, ഒരേ ബ്രാൻഡ് തന്നെയാണ്. ചെറിയൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ ഡിസൈനിൽ. ഇത് നമ്മുടെ സുഹൃത്ത് വാങ്ങിയതാട്ടോ, ഞാൻ വാങ്ങിയതല്ല. എൻ്റെ സുഹൃത്ത് ഇങ്ങനെ ഒന്ന് ഉള്ളത് കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നതാണ്. ഇതിൻ്റെ കൂടെ വന്നുള്ളത് 2 ഗ്ലൗസ് ഉണ്ട്. ഇത് വെൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഏതായാലും ലെതർ ഗ്ലൗസ് അല്ല, റബ്ബർ ഗ്ലൗസ് ആണ്. പിന്നെ യൂസർ മാനുവൽ, ഇത്രയും സംഭവമുള്ളൂ. ഇതിൻ്റെ ബോക്സിൽ എത്രയും സാധനം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് സോളാറിൻ്റെ ഒരു പാനൽ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സോളാറിൻ്റെ പാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന വെളിച്ചമില്ലേ, ആ വെളിച്ചം കൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും അതിൻ്റെ ചാർജ് കീപ്പ് ചെയ്തിട്ട് തന്നെ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചാർജ് നിന്നിട്ട് ചാർജ് കുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ആവശ്യം വരില്ല. ഇനി അഥവാ നമ്മളൊരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ബൾബിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് തുടങ്ങും. അതിന് ശേഷം നമ്മൾ ഒന്ന് വെൽഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കയറി വരും. നമ്മുടെ പഴയ ഹെൽമെറ്റ് നോക്കുന്ന സമയത്ത് ഈ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ചാണ് ഇതിൻ്റെ ഡാർക്ക്നെസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇതിൻ്റെ ഡാർക്ക്നെസ് ഓഫാക്കി വെക്കാനും അതുപോലെ തന്നെ ഒരു പോയിന്റ് മാത്രം കാണുന്ന വിധത്തിലൊക്കെ സെറ്റാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തായിട്ട് 2 സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി, ഡിലേ എന്നുണ്ട്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്പാർക്ക് ആകുമ്പോൾ, എത്ര വെളിച്ചം വരുമ്പോൾ ആണ് ഇത് ഡാർക്ക് ആവേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്കൊരു പോയിന്റ് കണ്ടതിന് ശേഷം ബാക്കിയുള്ളത് മതിയെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് വലത് ഭാഗത്തായിട്ടുള്ള സ്വിച്ച് അതിൻ്റെ ഡിലേ സ്വിച്ചാണ്. കണ്ണ് പെട്ടെന്ന് ചുരുങ്ങി പിന്നെ വീണ്ടും വികസിക്കുന്ന സമയത്തേക്ക് നമ്മൾ ആ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ലേ, ആ ഒരു പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന് ഡബിൾ പ്രൊട്ടക്റ്റീവ് ഗ്ലാസോട് കൂടിയിട്ടാണ് നമുക്ക് വന്നത് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു, ഒരു 0.5 mm ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറഞ്ഞത് കൊണ്ടാണ് ഈ ഗ്ലാസ് അഴിച്ചു വെച്ചിട്ടുള്ളത്, ജസ്റ്റ് ചെക്കിങ്ങിന് മാത്രമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇത് ഒരു പ്രാവശ്യം വീണ് പോയത് കൊണ്ട് തന്നെ ഈ സോളാറിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കെയർ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ നമുക്കിത് ബോത്തായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എൻ്റെ ഈ സോളാറിൻ്റെ ഈ ഒരു ഭാഗം പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വെളിച്ചം കാണുന്ന സമയത്ത് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ചാർജ് ആവും, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചാർജിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിലേ എന്തിനും ആവശ്യമൊന്നുമല്ലേ. ഡിലേൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാർക്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് വെൽഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ഭാഗം ഒരു പൊള്ളിയ പോലെ ഇങ്ങനെ വരില്ലേ, ഒരു ശരിക്കും ഒരു പഴുത്ത് നിൽക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടാണ്, നമുക്ക് കണ്ണിന് കാഴ്ചയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിലേ ടൈമിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇതിൻ്റെ LCD നമുക്ക് എത്രത്തോളം ടൈം ബ്ലാക്ക് ആക്കിയിട്ട് നിർത്തണം എന്നുള്ളതാണ് ഈ ഡിലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതില്ല, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരു 70% മാനുവലും ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയും ഡാർക്ക് ആക്കുന്നതും മാത്രം ഓട്ടോമാറ്റിക് ആയിട്ടുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ അല്ല. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലൊരു പ്രൊട്ടക്ഷൻ ഫിലിം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് റിമൂവ് ചെയ്യുന്നു. പുതിയ ഹെൽമെറ്റും നമ്മുടെ ഹെൽമെറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താണെന്ന് ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കണ്ടോ, നമുക്ക് ആ അകത്തുള്ള ആ ഒരു റെഡ് ഗ്ലൗസ്, നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ, ഇത്രയും ക്ലിയർ വിസിബിലിറ്റിയാണ്. നമ്മൾ സാധാരണ വെൽഡിംഗ് ഗ്ലാസ്സിലേക്ക് കൂടി നോക്കുന്നതാണെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. നമ്മൾ നല്ല വെളിച്ചത്ത് നിൽക്കുന്നതാണെങ്കിൽ പോലും വളരെ മൈന്യൂട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഡാർക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല, നമുക്ക് ശരിക്കും വിസിബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് കാണാം. വെൽഡ് ചെയ്യുന്ന സമയത്ത് കാണുന്നില്ലേ, ആ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് കാണൂ. അതുവരെ നമുക്ക് വെൽഡ് ചെയ്യേണ്ട പോയിന്റ് കൃത്യമായിട്ട് കാണും. വെൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഡാർക്കാവും. അപ്പോൾ ഇത് കറക്റ്റ് മെഷറിലുള്ള ഡാർക്കിംഗ് ആണ്. പക്ഷെ നമ്മളതിൽ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിലേ ഒക്കെ ഓട്ടോമാറ്റിക് ഡിലേ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രെയിൻസ് ബ്ലാക്ക്നെസ് ഒന്നും കൂട്ടാനോ കുറക്കാനോ പറ്റില്ല. ഇനി നമ്മുടെ ഹെൽമെറ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ വെൽഡിങ് ഹെൽമെറ്റ്. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക്നെസ്സും ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കാണുന്നില്ല, നമുക്കിത് ഓഫായി. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ഒരു പോയിന്റ് പോലെയല്ല, ഇതിൻ്റെ ഡാർക്ക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്കൊരു പോയിന്റ് പോലെയല്ല കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ അതേ സമയത്ത് നമ്മൾ ഈ ആ ഒരു ഡാർക്ക്നെസ് കുറച്ച് ബ്രൈറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചുകൂടി കാണാൻ പറ്റും. കാണുന്നില്ലേ? അപ്പോൾ ഇതാ ഇതിന് രണ്ടും തമ്മിലുള്ള മാറ്റം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇതിൽ ഞാൻ ഏതിന് മാർക്ക് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ വെൽഡിങ് ഹെൽമെറ്റിന് തന്നെയാണ് മാർക്ക് കൊടുക്കുന്നത്. കാരണം 6 വർഷമായിട്ട് ഇപ്പോഴും പെർഫോമൻസ് ഓക്കെയാണ്. ഇത് മാനുവലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇത് തന്നെയാണ്. 1, 2, 3 എന്നുള്ള മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത്, 1ആണോ 2ആണോ 3ആണോ, അതൊന്നും നിങ്ങൾ ഏതായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. 2600, 1800, 450 ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ 3ൻ്റെ ഒരേപോലെ തന്നെ ഇതേപോലെ 1, 2, 3 എന്നുള്ള ഓർഡറിൽ തന്നെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ ആമസോണിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ മാനുവൽ മെറ്റൽ ആർക്ക് ചെയ്യുക, ടിഗ് ചെയ്യുക, മിഗ് ചെയ്യുക, അങ്ങനെ എല്ലാ വെൽഡിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു ആമസോൺ ലിങ്ക് വഴി തന്നെ പോവുക. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് പോയതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഗ്രൈൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പിൻ്റെ തന്നെയാണ് ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം ഉണ്ടായത് കാര്യമില്ല. ഡിസ്ക്രിപ്ഷൻ ശരിക്കൊന്ന് വായിച്ചു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വാങ്ങുന്ന സമയത്ത് വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ബാറ്ററി റീപ്ലേസിങ് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാറിൽ ചാർജ് ആവണമെന്നില്ല. ഇതിൽ ആ ഒരു പ്രശ്നം വരില്ല. നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഡ്രസ്സ് വർക്കൊക്കെ എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വെൽഡിങ് ഹെൽമെറ്റ് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ. ലോ ലൈറ്റിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇതിൻ്റെ തന്നെ ഗ്ലാസ് ടൈപ്പ് കിട്ടും. അത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇത് നമ്മൾ പുറമേ വെയിലുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെയിലിൻ്റെ ചൂട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ചൂടിലൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഇതായിട്ട് വിങ്ങലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഹൈറ്റിൽ നിന്നൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ഗ്ലാസിൻ്റെ പൈസയല്ല, നമ്മളെ കയ്യിൽ നിന്ന് നല്ലൊരു പൈസയും കൂടി പോകും. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ഹെൽമെറ്റും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരുപോലെ ഗുണമാണ്. കാരണം നമ്മുടെ കണ്ണിന് മാത്രമല്ല, ഈ ഒരു ഗ്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തേക്ക് തൊലി പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. ചെറുതായിട്ട് ഇളകി പോകുന്നൊരു പ്രശ്നം, പിന്നെ ചൊന്ന് തുടുത്ത് വരുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ. ഏത് ഹെൽമെറ്റ് ഉപയോഗിച്ചാലും നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, അത് മുഖത്തിന്റെ കണ്ണിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുപോലത്തേക്ക് നമുക്ക് ഈ വെൽഡിങ് ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്ത്യക്കാർ മാത്രമേ ഇങ്ങനെ അടിക്കല്ലോ കേട്ടോ. ബാക്കിയുള്ള രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വെൽഡിങ് ഹെൽമെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ഇതിൽ ചെറിയൊരു പോരായ്മയുണ്ട്. അതായത് എന്തെങ്കിലുമായിട്ടൊരു ചെറിയൊരു കുറവുണ്ടാവുമല്ലോ, അതുപോലൊരു കുറവ് ഇതിനും ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ 2 ഹെൽമെറ്റ് വെച്ചിട്ട് ഒരേ സമയം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റേ ഹെൽമെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മാവും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഹെൽമെറ്റ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഒരാൾ വേറൊരാൾ ഗ്ലാസ് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും വെൽഡിങ്ങിൻ്റെ ആ ഒരു സ്പാർക്ക് വരുമ്പോൾ ഇത് ഡിമ്മാവും. അപ്പോൾ രണ്ടാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. സിംഗിളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട്. നമ്മൾ ഒരാൾ അങ്ങോട്ട് നോക്കി വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരാൾ തിരിഞ്ഞു നിന്ന് വെൽഡ് ചെയ്താൽ മതിയാവും. ഒരേ ഭാഗത്തേക്ക് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷെ അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയുന്ന സമയത്ത് പറയണ്ടേ. പലരും വെൽഡിങ് ഹെൽമെറ്റ് ഇല്ലാതെ ഇതുപോലത്തെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്യുന്ന കാണാറുണ്ട്. ആ സമയത്ത് പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതോ ഒന്ന് മൂളുന്നുണ്ട്. കട്ടാക്ക് കട്ട്. സൈനിങ് ഔട്ട്.